ശ്രീരാമായ നമോ നമ. സീതാരാമഗുണാരാമപുണ്യാരണ്യനിവാസിനോ വന്ദേ വിശുദ്ധവിജ്ഞാനോ കവീശ്വരകപീശ്വരോ. സുന്ദരകാന്ഡം കഴിയാറായി. അവസാനത്തിന് മുമ്പുള്ള സർഗത്തിലാണ് നമ്മൾ സീതാഭാഷിതാനുവചനം. ഇത് എപ്രകാരം പറഞ്ഞു അതുപോലെ ഹനുമാൻ ഇവിടെ ഉണർത്തിക്കുകയാണ്. ചൂടാമണി കണ്ട് സീതാദേവിയെക്കുറിച്ച് വിവശനായ ശ്രീരാമചന്ദ്രൻ ചോദിക്കുകയാണ്, എന്തൊക്കെയാണ് എൻ്റെ ഭാമിനി ചൊല്ലിയതെന്ന് ചോദിക്കുകയാണ്. മധുര മധുരാലയ ആലാപ കിമാഹ മമ ഭാമിനി എന്നൊക്കെ ചോദിച്ചപ്പോൾ ഹനുമാൻ ഉത്തരം പറയുകയാണ്, അല്ലയോ പുരുഷശ്രേഷ്ഠ, ജാനകി ചിത്രകൂടത്തിൽ വെച്ചുണ്ടായ ഒരു പഴയ സംഭവം പറഞ്ഞു തന്നു. അങ്ങയോടൊപ്പം ഉറങ്ങിക്കിടന്ന ദേവി ആദ്യം ഉണർന്നെഴുന്നേറ്റു. പെട്ടെന്നൊരു കാക്ക വന്ന് ദേവിയെ കൊത്താൻ തുടങ്ങി. പരസ്പരം മാറി മടിയിൽ കിടന്നിരുന്ന നിങ്ങളിൽ ദേവി എഴുന്നേറ്റ് ഇരിക്കുമ്പോഴാണ് കാക്ക വന്ന് ആക്രമിച്ചിരുന്നത്. ദേവിയുടെ നെഞ്ചുഭാഗത്തു നിന്നുള്ള രക്തം വീണു ഉണർന്ന അങ്ങ് അടികൊണ്ട പാമ്പിനെ പോലെ ക്രുദ്ധനായി. ക്രീഡതി സരോഷേണ പഞ്ചവക്ത്രേണ ഭോഗിന എന്നങ്ങ് ക്രുദ്ധനായിട്ട് പറയുകയും ചെയ്തു. ക്രീഡതി സരോഷേണ, രോഷത്തോടുകൂടിയ പഞ്ചവക്ത്രേണ ഭോഗിന, 5 തലയും പാമ്പിനോട് ആരാണ് കളിക്കണേ എന്ന് അങ്ങനെ ക്രുദ്ധനായി ദേവിയെ തന്നെ നോക്കി നിൽക്കുന്ന കാക്കയുടെ കാൽവിരലുകളിൽ ചോര പറ്റിയത് കണ്ട് ഏറ്റവും കുപിതനായി ഇന്ദ്രന്റെ മകനായ അവൻ വായുവേഗത്തിൽ ഭൂഗർഭത്തിലേക്ക് പറന്നൊളിച്ചു. ആ കാക്കയോട് ക്രൂരതയാകാമെന്ന് അങ്ങും ഉറപ്പിച്ചു. പുൽപ്പായിൽ നിന്നൊരു പുല്ല് അടർത്തിയെടുത്ത് ബ്രഹ്മാസ്ത്രത്തെ അതിൽ സന്നിവേശിപ്പിച്ച് കത്തിത്തുടങ്ങിയ ആ ദർഭപുല്ല് അങ്ങ് കാക്കയുടെ നേർക്ക് കണക്കാക്കി തൊടുത്തു വിട്ടു. പിന്നാലെ ജ്വലിച്ചു വരുന്ന അസ്ത്രത്തിൽ നിന്ന് രക്ഷ മൂവിലെങ്കിലും എവിടെയും കാക്കയ്ക്ക് കൈവന്നില്ല. ദേവന്മാരൊക്കെ പേടിച്ച് പിന്മാറി. പിന്നെ അങ്ങയുടെ കാൽക്കൽ വന്ന് വീണ കാക്കയെ ശരണാഗതവത്സനായ അങ്ങ് തന്നെ രക്ഷിച്ചു. അസ്ത്രം വ്യർത്ഥം ആക്കരുതെന്നതിനാൽ കാക്കയുടെ വലം കണ്ണ് പൊട്ടിച്ചു. അങ്ങയെയും രാജാ ദശരഥനെയും പ്രതികീർത്തിച്ചുകൊണ്ടാണ് ആ ഇന്ദ്രപുത്രൻ മടങ്ങിയത്. ഇത്രയും പറഞ്ഞ ശേഷം ദേവി പിന്നെയും പറയാണ്, ഇപ്രകാരം അസ്ത്രജ്ഞരിൽ ശ്രേഷ്ഠനായ അല്ലയോ രാഘവ, എന്തുകൊണ്ടാണ് ഇനിയും അങ്ങ് രാക്ഷസരിൽ അത്തരം അസ്ത്രപ്രയോഗം നടത്താത്തത്? ജ്യേഷ്ഠൻ ആജ്ഞ ലഭിക്കുന്ന ക്ഷണം ശത്രുക്കളെ നെട്ടോട്ടമോടിക്കുന്ന ലക്ഷ്മണകുമാരനും എന്തേ എന്നെ രക്ഷിക്കാൻ തുനിയാത്തത്? ആ 2 സഹോദരന്മാരും ചേർന്നാൽ കാട്ടുതീ പിടിക്കുന്ന മാതിരി കാറ്റും തീയും ചേർന്ന് എവിടെയും തടസ്സമില്ലാത്ത പോലെ യുദ്ധത്തിൽ അങ്ങനെ വിരാജിക്കുന്നവരാണ്. ഇതെല്ലാം എൻ്റെ പാപഫലം, അല്ലാതെ എന്ത് പറയാൻ? ഇങ്ങനെ ദേവിയുടെ പരിവേദനം കേട്ട് ഞാൻ ദേവിയെ ആശ്വസിപ്പിക്കാനായി പറഞ്ഞു. ദേവി, സത്യത്തെ മുൻനിർത്തി ഞാൻ പറയട്ടെ. ദേവിയുടെ കാര്യത്തിൽ ദുഃഖം വന്നു മൂടിയ രാമനെ കണ്ട് ലക്ഷ്മണനും ദുഃഖപരവശൻ തന്നെയാണ്. ഇനിയിപ്പോൾ ഭഗവതി വ്യസനിക്കേണ്ട സമയമല്ല, ദുഃഖത്തിനൊരു അവസാനമായിരിക്കുന്നു. ദേവിയെ വീണ്ടെടുക്കാൻ ആ രാജപുത്രന്മാർ ഉടനെത്തി ലങ്കയെ ചുട്ട ചാമ്പലാക്കും. പിന്നെ ദേവിയെ അവർ നാട്ടിലേക്ക് കൊണ്ടുപോകും. ഞാൻ ദേവിയെ കണ്ടുവെന്ന് രാമചന്ദ്രൻ അറിയാൻ ഒരു അടയാള വസ്തു, ഒരു അഭിജ്ഞാനം ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഏറെ പ്രീതി ഉണ്ടാകുന്നതാണ്. ഇത് കേട്ട സീതാദേവി ചുറ്റും നോക്കി തൻ്റെ വാർമുടി കെട്ടിയൊതുക്കിയിരുന്ന ചൂടാമണി അഴിച്ചെടുത്ത് എനിക്ക് തന്നു. ഞാനത് 2 കൈയും നീട്ടി സ്വീകരിച്ചു. തിരിച്ചു പുറപ്പെടാൻ നേരം കണ്ണീർ വാർത്തുകൊണ്ട് ആ ദേവി, നിനക്ക് ഭാഗ്യമുണ്ടാകട്ടെ, നീയെങ്കിലും വേഗം ആ രാജകുമാരന്മാരെ നേരിട്ട് കാണുമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ പുറത്തേറിയാൽ ഉടനെ തന്നെ ദേവിയെ ഇവിടെ എത്തിക്കാം എന്നത് കേട്ട ദേവി അത് ധർമ്മമല്ലെന്ന് പറഞ്ഞ് അത് നിഷേധിച്ചു. പിന്നീട് ഏവരോടും എൻ്റെ കുശലം പറയണം, പ്രത്യേകിച്ച് സുഗ്രീവരാജനോടും അനാമയം അറിയിക്കാൻ പറഞ്ഞു. അനാമയം എന്ന് പറഞ്ഞാൽ ആമയം ഇല്ലാത്ത അവസ്ഥ, രോഗമില്ലാത്ത അവസ്ഥ. കുശലം എന്നുള്ളതിൻ്റെ ഒരു അവസ്ഥ, അത് അറിയിക്കാൻ. ഈ അവസ്ഥയിലാണെങ്കിലും കുശലാണ്, നമ്മുടെ ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ളതുകൊണ്ടൊരു കുശലാണ് എന്നുള്ളത് അറിയിക്കാൻ ദേവി പറയാൻ പറഞ്ഞു. ഇത്രയും
പറഞ്ഞ ശേഷം ഇതം ച തീവ്രം മമ ശോകവേഗം രക്ഷോഭിരേഭി പരിഭത്സനഞ്ചാം. ഇങ്ങനെ തീവ്രമായ എൻ്റെ ശോകാവസ്ഥ, രാക്ഷസ സ്ത്രീകൾ വന്ന് ഇടയ്ക്കൊക്കെ ഭയപ്പെടുത്തുക, ഈ ഒരു അവസ്ഥ. ബ്രൂയാസ്തു രാമസ്യ ഗത സമീപം, രാമസ്യ സമീപം ഗത, രാമൻ്റെ സമീപത്ത് ചെന്ന് അല്ലേ ഹനുമൻ എന്ന് പറഞ്ഞാലും, ശിവസ്തു ധ്വാസ്തു ഹരിപ്രവീര, അല്ലയോ ഹരിപ്രവീര, അങ്ങയുടെ വഴികളൊക്കെ മംഗളമായി തീരട്ടെ, വഴിക്ക് യാതൊരു തടസ്സം ഉണ്ടാവട്ടെ എന്നുള്ള അനുഗ്രഹവും ദേവി തന്നു. ഇത്രയും പറഞ്ഞ ഹനുമാൻ നിർത്തുകയാണ്. ഏതൽ തവാര്യ സംയതാസാം. ഇങ്ങനെ എല്ലാവരും കെട്ടപ്പെട്ട, എല്ലാവരും ചെന്ന് അനങ്ങാൻ വയ്യാത്തൊരവസ്ഥയിൽ എത്തിക്കാണല്ലോ ദേവി. അങ്ങനെ ആണ് ആര്യ, അല്ലയോ ശ്രീരാമചന്ദ്ര, അങ്ങയുടെ ആര്യ, അങ്ങയുടെ ദേവി സീതാവചപ്രാഹ വിഷാദപൂർവം ആയിക്കൊണ്ട്, വിഷാദപൂർവമായിട്ട് ഇതാണ് ദേവി പറഞ്ഞത്. ഏതച്ച ബുദ്ധ്വാ ഗതിതം യഥാത്വം, ഇത് മനസ്സിലാക്കിക്കൊണ്ട് അങ്ങ് ശ്രദ്ധസ്വ സീതാം കുശലാം സമഗ്ര, അത് കാരണം സീത കുശലയാണ്, വേറൊന്നും അപകടങ്ങളൊന്നും അല്ലാതെ പറ്റിയിട്ടില്ല എന്ന് മനസ്സിലാക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹനുമാൻ ഇവിടെ നിർത്തുന്നത്. ദൂരീകൃത സീതാർത്ഥി പ്രകടീകൃത രാമവൈഭവ സ്ഫൂർത്തി ദാരിദ്ര ശംഖകീർത്തി പുരതോ മമ ഭാതു ഹനുമതോ മൂർത്തി. ശ്രീ ഹനുമതേ നമഃ. ശ്രീരാമചന്ദ്രായ നമഃ.